പാപം ചെയ്യരുത്. നിങ്ങൾ കിടക്കയിൽ വെച്ച് ധ്യാനിച്ച് മൗനമായിരിക്കുക. സങ്കീർത്തനങ്ങൾ 4-ാം അധ്യായം 4-ാം തിരുവചനം. നമുക്കായി മൗനമായി പ്രാർത്ഥിക്കുന്ന അമ്മ. ഹാഗാറിൻ്റെ കരച്ചിൽ ഓരോ സ്ത്രീയുടെയും കരച്ചിലാണ്. അവളുടെ മൗനം എല്ലാ സ്ത്രീകളുടെയും മൗനമാണ്. അബ്രാഹത്തിൻ്റെ ദാസിപ്പെണ്ണായ ഹാഗാർ കുഞ്ഞിനെയും കൂട്ടി മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു എന്ന വചനത്തിൽ വായിക്കുമ്പോഴൊക്കെ ഉള്ളു പിടയാറുണ്ട്. എന്തുകൊണ്ടാണ് അവൾക്ക് ഈ ദുർഗതി വന്നത് എന്ന്. അല്പം മുതിർന്നപ്പോഴാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിച്ചത്. മകനു വേണ്ടി മൗനമായി പ്രാർത്ഥിക്കാനും മകന് നന്മ വരാനുമാണ് അവൾ ബഹളങ്ങളുടെ മണ്ണിൽ നിന്ന് നിശബ്ദതയുടെ മരുഭൂമിയിലേക്ക് ചേക്കേറിയത്. അവൾ കരഞ്ഞത് അവൾക്ക് വേണ്ടി ആയിരുന്നില്ല. അവൾ നിശബ്ദമായും അവൾക്ക് വേണ്ടി ആയിരുന്നില്ല, എല്ലാം ഇസ്മായേൽ എന്ന മകനു വേണ്ടി. ഈ അമ്മയുടെ മൗന പ്രാർത്ഥന ദൈവം നിഷേധിച്ചില്ല എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. കർത്താവ് അവളുടെ കണ്ണുനീർ കണ്ടു, അവളുടെ മകനെ അനുഗ്രഹിച്ചു. അവളുടെ പടിയിറക്കവും മരുഭൂമിയിൽ നിന്നുള്ള മൗനയാചനയും അവളെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവളാക്കി. ഇത്രയും ബഹളമൊന്നും വേണ്ടെന്ന് തന്നെയാണ് മറിയത്തിൻ്റെ ജീവിത കാണ്ഡവും നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവം കോലാഹലങ്ങളുടെ ദൈവമാണെന്ന് നമ്മൾ എങ്ങനെയോ കാലാകാലങ്ങളായി തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. വേദഗ്രന്ഥത്തിൽ അവളുടെ മൗനമായിരുന്നു അധികവും. സംസാരത്തേക്കാൾ തിളങ്ങുന്ന മൗനവുമാണ് അവളിൽ പ്രകാശിച്ചിരുന്നത്. അനാവശ്യ സംസാരങ്ങൾ ഒന്നും അവൾക്ക് ഉണ്ടായിരുന്നില്ല പറയാൻ. സംവാദങ്ങളും വിധി തീർപ്പുകളും നമ്മെ ഇന്ന് മറ്റൊരു മനുഷ്യനാക്കുന്നുണ്ട്. അവളുടെ മൗനം സംഗീതമായിരുന്നു. സംഗീതത്തിൽ പോലും മൗനത്തിന് വളരെ പ്രാധാന്യം ഉണ്ടെന്നാണ് സംഗീത സംവിധായകരെല്ലാം പറയുന്നത്. നമ്മുടെ നാവിനെ കുറെ കൂടെ നിയന്ത്രിച്ചു തുടങ്ങാൻ നാം തന്നെ ബോധപൂർവം പരിശ്രമിച്ചു തുടങ്ങണം. നിങ്ങൾ ഏതൊരു ആപത്തിലാണെങ്കിലും അമ്മയിലേക്ക് തിരിഞ്ഞാൽ അവൾ വഴി നമുക്ക് ആശ്വാസവും സഹായവും രക്ഷയും ലഭിക്കും. ഇത് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ വാക്കുകളാണ്. വചനത്തിൽ വിശ്വസിക്കുക, വചനമനുസരിച്ച് ജീവിക്കുക. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.